ചില ബിസിനസ്സൊക്കെ. അപ്പം അതൊക്കെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പം ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈപ്സ് ആണുള്ളത്: എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെമോഗ്രാഫിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇത്രയും ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആണുള്ളത്. ദെൻ നമ്മൾ നോക്കുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഒരു ഇന്ത്യൻ ഇക്കോണമിയിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്? നമുക്കൊരു ബിസിനസ് വന്നതോടുകൂടി, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എത്തിയതോടുകൂടി, എല്ലാവരും ഒരു ബിസിനസ് എൻ്റർപ്രണർ ആയതോടുകൂടി നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു എന്തൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഒരു ബിസിനസ്സിന് പറ്റിയെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്താണ്? ലിബറലൈസേഷൻ അല്ലേ? ഒരു മെയിൻ ഒരു ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Liberalization refers to the process of eliminating unnecessary controls and restrictions on the smooth functioning of business enterprises. അതായത് ലിബറലൈസേഷൻ വന്നതോടുകൂടി ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക, അൺനെസസറി കുറേ കൺട്രോൾ, മുന്നേ കുറേ കൺട്രോളിലായിരിക്കും നമ്മളെ ബിസിനസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസ് ഗവൺമെൻറ്റിൻ്റെതായാലും നമ്മളെ ഒരു പ്രോഡക്റ്റിനെ ഇവിടെ നിന്ന് വേറെ അതർ കൺട്രീസിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരുപാട് ഒരു ലിമിറ്റേഷൻസും ഒരു അൺനെസസറി ആയിട്ട് കുറേ കണ്ടീഷൻസ് ഉണ്ടാകും. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് വന്നതോടുകൂടി എന്ത് പറ്റി? അതൊക്കെ കുറച്ച് മാറി അല്ലേ? നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു അൺനെസസറി ആയിട്ടുള്ള കൺട്രോൾസ്, അതിന് മുകളിൽ ഓവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്താവും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുവഴി എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ എന്തൊക്കെ ഗ്രോത്ത് വന്നിട്ടുണ്ട്? അപ്പോൾ അബോളിഷിങ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് റിക്വയർമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് അല്ലേ? എല്ലാ ഇൻഡസ്ട്രീസിനും ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഫ്രീഡം ഇൻ ഡിസൈഡിങ് സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട് ലിബറലൈസേഷൻ വന്നതോടുകൂടി വന്നു. അതേപോലെ ഫ്രീഡം ഇൻ ഫിക്സിങ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? നമ്മൾ ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന സർവീസസിൻ്റെ മുകളിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കുണ്ടാവുന്ന ഒരു ബിസിനസ് എൻ്റർപ്രണർക്ക് കിട്ടാൻ തുടങ്ങി. ദെൻ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റിൽ റിഡക്ഷൻ ഉണ്ടാവാൻ ഹെൽപ്പായിട്ടുണ്ട്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി ലിബറലൈസേഷൻ വന്നതോടുകൂടി. ദെൻ സെക്കൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്? പ്രൈവറ്റൈസേഷൻ. ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ, സെക്കൻഡ് വൺ പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്നാണ് എന്താ? പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടി ടു റെഡ്യൂസ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ബൈ ഇൻവോൾവിങ് ദ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ മോസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലേ? പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടി പബ്ലിക് സെക്ടേഴ്സ് പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ അവരുടെ ഒരു റോള് എന്താവുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുന്നേ ഒരു പ്രൈവറ്റ് കമ്പനീസിന് പബ്ലിക് സെക്ടർ കമ്പനീസിന് ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കൂടുതലായിരുന്നു. ഇപ്പോൾ അതില്ല, ഒരു പ്രൈവറ്റ് എൻ്റർപ്രണറായിട്ടും നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു റോള് നമുക്ക് കൂടിയിട്ടുണ്ട് പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടി. ദെൻ ലാസ്റ്റ് തേർഡ് പോയിന്റ് എന്താ? ഗ്ലോബലൈസേഷൻ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എന്ത് പറ്റി? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇക്കോണമി ഓഫ് എ കൺട്രി വിത്ത് ദ വേൾഡ് ഇക്കോണമി. ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഗ്ലോബലൈസ് ആവുക, കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടി. നമ്മളൊരു ഇക്കോണമീനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ വേൾഡ് ഇക്കോണമി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ദിസ് ഇംപ്ലൈസ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് ലേബർ അക്രോസ് നാഷണൽ ബൗണ്ടറീസ് അല്ലേ? നമുക്ക് ഒരു ബൗണ്ടറി, ഒരു ലിമിറ്റ് ഇല്ലാതെ നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ആയാലും നമ്മളെ എന്താ പറയുക ക്യാപിറ്റൽ ആയാലും നമ്മുടെ ടെക്നോളജീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ, ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ടെക്നോളജീസ് ആയിട്ട് മാറ്റാനായിട്ട് ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും 3 ഡെവലപ്മെൻ്റ് ആണ് ഒരു ഇന്ത്യൻ ഇക്കോണമിയിൽ റീസെൻ്റ് ആയിട്ട് ഉണ്ടായത്. അതായത് ലിബറലൈസേഷൻ വന്നു, ദെൻ പ്രൈവറ്റൈസേഷൻ വന്നു, ദെൻ ലാസ്റ്റ് വൺ ഗ്ലോബലൈസേഷൻ എത്തിയതോടുകൂടി നമുക്ക് വേണ്ടാത്ത അൺനെസസറി ആയിട്ടുള്ള എല്ലാ കൺട്രോളും നമ്മളെ കയ്യിൽ നിന്ന് മാറി നമുക്ക് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ടെക്നോളജി, ക്യാപിറ്റലൊക്കെ ആവാനായിട്ട് ഒരു ഹോൾ മാർക്കറ്റിന് ഒരു വേൾഡ് ഇക്കോണമി ആയിട്ട്, ഒരു സിംഗിൾ മാർക്കറ്റിന് ഒരു വേൾഡ് ഇക്കോണമി ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നൊരു സ്കീമിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിന്
എന്തൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ മുന്നത്തെ യൂണിറ്റിലൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെയും ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും മാനിച്ചുകൊണ്ടുള്ളതായിരിക്കണം ഒരു ബിസിനസ് എന്ന് പറയുന്നത്. Every business enterprise in an integral part of the society. It uses the scarce resources of the society, continue and grow. Okay. Social responsibility എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Social responsibility of business means obligation to act in a manner which will serve the best interest of the society. Social obligation of business different from legal obligation and legal. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും ഒരു ബിസിനസ്സിന്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ലീഗൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. അതിലുപരി നമ്മൾ സോഷ്യലും കമ്മിറ്റ്മെന്റ് ആയിരിക്കും. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അവിടുത്തെ ഒരു സോഷ്യൽ കണ്ടീഷനെ ഹാംഫുൾ ആവാത്ത രീതിയിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ പീപ്പിളിനെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ കേസസ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതെന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക, ബാലൻസിങ് ഓഫ് സോഷ്യൽ പവർ. നമ്മൾ പറഞ്ഞ പോലെ അല്ലേ, നമ്മൾ ബിസിനസ്സിനൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ എന്താണോ തുടങ്ങുന്നത്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആണോ കൊടുക്കുന്നത്, അതിൽ നമ്മൾ ആദ്യം അതിലൊരു ഒരു റെസ്പെക്റ്റ്, ഒരു മൂല്യം ഉണ്ടാക്കുക. ഓക്കെ, എന്നാൽ അത് സമൂഹത്തിലും അത് മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റുക. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ബാലൻസിങ് ഓഫ് സോഷ്യൽ പവർ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. ക്രിയേഷൻ ഓഫ് സൊസൈറ്റി അല്ലേ, അതായത് ഒരു ബിസിനസ് ഈസ് എ ക്രിയേഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് ഇറ്റ് യൂസസ് റിസോഴ്സസ് പ്രൊവൈഡ് ബൈ ദ സൊസൈറ്റി അല്ലേ. ബിസിനസ് കൊണ്ട് ഒരു സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ അതുവരെ ജീവിച്ചൊരു സ്റ്റാൻഡേർഡ് ഓഫ് ഒരു ലിവിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിയിട്ട് ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ് പൊസിഷനിലേക്കൊക്കെ നമുക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം നമ്മളൊരു സൊസൈറ്റീനെ തന്നെ, ഒരു പുതിയൊരു സൊസൈറ്റീനെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒരു ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ റിസോഴ്സസ് ഒക്കെ നമ്മൾ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് കമ്മ്യൂണിറ്റി ആൻഡ് എംപ്ലോയീസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഒരു ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ട്. ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. then എന്താണ്? സോഷ്യൽ അവെയർനെസ് അല്ലേ. ഒരു പ്രോഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഒരു സോഷ്യൽ അവെയർനെസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കാന്ന് പറയുന്നില്ല, സർവീസസിൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ അവെയർനെസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു മോറൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നുണ്ട്? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ബിസിനസ്സിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്നതോടുകൂടി വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ബിസിനസ് എത്തിക്സ് അല്ലേ. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, എന്തൊരു ബിസിനസ്സും തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരു എത്തിക്സ് പരമായിട്ടിരിക്കണം. അതായത് എല്ലാ മാനേഴ്സോടും അല്ലെങ്കിൽ എല്ലാ ഏരിയനെയും അല്ലെങ്കിൽ എല്ലാ എൻവയോൺമെൻറ്റിനെയും ഒക്കെ എന്താവണം, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മികച്ച ഒരു പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. എത്തിക്സ് വാല്യൂ ഉള്ളതായിരിക്കണം. ബിസിനസ് എത്തിക്സ് മീൻസ് ബിസിനസ് പ്രാക്ടീസ് വിച്ച് ആർ ഡിസേബിൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ സൊസൈറ്റി. അതൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻ്റർപ്രണർ അയാളുടെ മാത്രം ഒരു ലക്ഷ്യത്തിൽ മാത്രം തുടങ്ങുക എന്നുള്ളതല്ല. നമ്മൾ സൊസൈറ്റീനെയും കൂടി അയാളെ പരിഗണിക്കുക, സൊസൈറ്റിയുടെ വ്യൂവിലും കൂടി നമ്മളൊരു ആ ബിസിനസ്സിനെ കണ്ടിട്ട് അതിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതൊരു എത്തിക്സ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, then elements of business ethics എന്തൊക്കെയാണ്? ബിസിനസ് എത്തിക്സ് ക്രിയേറ്റ് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ അല്ലേ. ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ബിസിനസ് എത്തിക്സ് കൊണ്ട് പറ്റുന്നുണ്ട്. ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ ആവാനായിട്ട് ഒരു ബിസിനസ് എത്തിക്സ് ഒരു ബിസിനസ്സിൽ വരുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? എയിംസ് ഫെയർ ആൻഡ് റീസണബിൾ ട്രീറ്റ്മെൻറ്റ് അല്ലേ. കസ്റ്റമേഴ്സിനെയൊക്കെ ഈക്വലായി ട്രീറ്റ് ചെയ്യാൻ, ഫെയർ ആയിട്ടും അവരെ ഒരു എന്താ പറയുക, ഹൈ പേയ്മെൻറ്റ് കസ്റ്റമേഴ്സ്, ലോ പേയ്മെൻറ്റ് കസ്റ്റമേഴ്സ് അങ്ങനെയൊന്നും അല്ലാതെ എല്ലാവരെയും ഫെയർ ആയിട്ട് ആ രീതിക്ക് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടൊക്കെ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് ഒരു ബിസിനസ് എത്തിക്സ് ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. അപ്പം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്തത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കമ്മ്യൂണിറ്റിനോടുള്ള, ഗവൺമെൻറ്റിനോടുള്ള,
കൺസ്യൂമേഴ്സിനോടുള്ള, എംപ്ലോയീസിനോട്, ഇവരോടൊക്കെ നമ്മൾ എന്തായിരിക്കുക, ഒരു എത്തിക്സ് പരമായിട്ടും ഒരു എന്താ പറയുക, നമ്മളെ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കുക, എത്തിക്സ് പരമായിട്ട് ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൽ നോക്കിയത്. ഓക്കെ.